ഹലോ ഡിയർ സൂപ്പർ കിങ് സ്റ്റുഡൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബോത്ത് നീറ്റ് ആൻഡ് ജെഇ വളരെ യൂസ്ഫുൾ ആവുന്ന ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ്. കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണ്. സൂപ്പർ കിങ്സിന്റെ ക്ലാസ് ലൈവിൽ നമ്മൾ ഓൾറെഡി ഇതിന്റെ കോൺസെപ്റ്റ് പഠിച്ചാണ്. അതിന്റെ ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് രണ്ട് സ്ഫിയേഴ്സ് ഡിഫറെന്റ് റേഡിയസ് ഉള്ള രണ്ട് സ്ഫിയേഴ്സ്, ഒന്നാമത്തെ സ്ഫിയറിലെ ചാർജ് Q1, രണ്ടാമത്തെ സ്ഫിയറിലെ ചാർജ് Q2. അപ്പോൾ രണ്ടിനെയും പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആണ്. ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ, ഏതാണ് ലോവർ പൊട്ടൻഷ്യൽ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ചാർജ് ഏതിലാണ് കൂടുതൽ, എത്രയാണ് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇതിനൊരു കണ്ടക്ടിങ് റോഡോ അല്ലെങ്കിൽ കണ്ടക്ടിങ് വയറോ വെച്ചിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. ശരിയല്ലേ? ഏതുവരെ ഫ്ലോ ചെയ്യും? രണ്ട് സ്ഫിയറിലെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്നവരെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഒരു കണ്ടക്ടിങ് വയർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ, രണ്ട് സ്ഫിയറും കണ്ടക്ടിങ് വയർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ചാർജ് വിൽ ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. പല കുട്ടികളും തെറ്റിദ്ധരിക്കുക ചാർജ് ഈക്വൽ ആവുന്നവരെ ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൊരു 50 കൂളോമും ഇതിലൊരു 20 കൂളോമ്പും ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തിട്ട് രണ്ടിലെയും ചാർജ് ഈക്വൽ ആവുന്നവരെ ഫ്ലോ ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, രണ്ടിലെയും ചാർജ് ഈക്വൽ ആവുകയല്ല ചെയ്യുക, രണ്ടിലെയും പൊട്ടൻഷ്യൽ ആണ് ഈക്വൽ ആവുക. മാത്രമല്ല ഇത് രണ്ടും ഒരേ റേഡിയസ് ഉള്ള ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആണെങ്കിൽ ഫൈനൽ ചാർജ് വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട് Q1 + Q2 ഡിവൈഡഡ് ബൈ 2 ആണ്. പക്ഷേ നോൺ ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് ആവുന്ന സമയത്ത്, റേഡിയസ് ഡിഫറെന്റ് ആവുന്ന സമയത്ത് രണ്ടിലെയും ചാർജ് Q1 + Q2 / 2 ആവല്ല ചെയ്യുക, രണ്ടിലെയും ചാർജ് സെയിം ആവല്ല ചെയ്യുക, രണ്ടിലെയും ചാർജിൽ വ്യത്യാസം ഉണ്ടാവും. ഒന്നാമത്തെ സ്ഫിയറിൽ, അതായത് ഇവരെ കണക്ട് ചെയ്തു, രണ്ടിലെയും പൊട്ടൻഷ്യൽ സെയിം ആയതിനു ശേഷമുള്ള ഒന്നാമത്തെ സ്ഫിയറിലെ ഫൈനൽ ചാർജ് Q1 dash is equal to ടോട്ടൽ ചാർജ് അഥവാ Q1 + Q2 ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 + R2. R1 എന്ന് പറയുന്നത് ഏത് സ്ഫിയറിലെ ചാർജ് ആണോ നമ്മൾ എഴുതുന്നത് ആ സ്ഫിയറിന്റെ റേഡിയസ്. ഇനി Q2 dash, രണ്ടാമത്തെ സ്ഫിയറിന്റെ ചാർജ് Q2 dash, രണ്ടാമത്തെ സ്ഫിയറിലെ ഫൈനൽ ചാർജ് is equal to ടോട്ടൽ ചാർജ് Q1 + Q2 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 + R2. ഇതാണ് ഫൈനൽ ചാർജ്. അപ്പോൾ രണ്ടിലെയും ഫൈനൽ ചാർജിന്റെ ഇക്വേഷൻ. ഇനി ഇവരുടെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ ഇക്വേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ ഇക്വേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഈ ഇക്വേഷൻ Q1 ഡാഷിനും Q2 ഡാഷിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഇത് Q1 ഡാഷ്, ഇത് Q2 ഡാഷ്, 1/4πε Q1 ഡാഷ് 1/4πε0 Q1 ഡാഷ് ഡിവൈഡ് ബൈ R1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q2 ഡാഷ് ഡിവൈഡഡ് ബൈ R2. അങ്ങനെ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് ഇതിൽ രണ്ടിലെയും ചാർജിന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട റേഷ്യോസ് ആണ്. ഇത് അങ്ങ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. രണ്ട് സ്ഫിയറിലെയും ചാർജിന്റെ ഫൈനൽ ചാർജിന്റെ റേഷ്യോ, രണ്ട് സ്ഫിയറിന്റെയും ഫൈനൽ ഇലക്ട്രിക് ഫീൽഡിന്റെ റേഷ്യോ, രണ്ട് സ്ഫിയറിന്റെയും ഫൈനൽ ചാർജ് ഡെൻസിറ്റിയുടെ റേഷ്യോ. സിഗ്മ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി ആണ്, ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ σ1 ഒന്നാമത്തെ സ്ഫിയറിന്റെ ചാർജ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സ്ഫിയറിന്റെ ചാർജ് ഡെൻസിറ്റി. σ1 ഡിവൈഡഡ് ബൈ σ2 is equal to R2/R1. ഇലക്ട്രിക് ഫീൽഡ്, ഒന്നാമത്തെ സ്ഫിയറിലെ ഇലക്ട്രിക് ഫീൽഡും രണ്ടാമത്തെ സ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡും നമ്മൾ റേഷ്യോ E1/E2 is equal to R2/R1 ആൻഡ് ചാർജിന്റെ റേഷ്യോ is R1/R2. ആ ഇക്വേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലേ? കോൺസെപ്റ്റും സിറ്റുവേഷൻസ് ഒക്കെ ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക. ഇതിന്റെ ഓപ്ഷൻ വിത്തൗട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ പറയാൻ പറ്റും. ഒറ്റ സെക്കൻഡിൽ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. ഈ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒറ്റ സെക്കൻഡിൽ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ആൻസർ അറിയാം, കമന്റ് ബോക്സിൽ ആൻസർ കമന്റ് ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഷോർട്ട് കട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ JB ഫ്രം Salem Learning. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.